വെള്ളം. എന്തെന്നാവേ ഇത്? ഈ ദോശ കുറച്ച് വേവിച്ചിട്ട് ആയിക്കോട്ടെ എനിക്ക്. ഞാൻ നല്ലോണം വേവിച്ചിനല്ലോ. കണക്കന്നെ നോക്ക്. എന്നാ നിങ്ങൾ കറി കൂട്ടാത്ത? കറി ഒഴിക്കണ്ട ഇങ്ങോട്ട്. ഉപ്പായിട്ട് നാമം വെക്കാൻ കഴിയുന്നില്ല. ഉപ്പല്ല കണക്കാണോ? നീ തന്നെ തിന്നല്ല. ഞാൻ മോനെ ഹോട്ടലിലായിട്ട് പോയി കഴിക്കാൻ തോന്നുന്നു. ഉപ്പ് കണക്കാണല്ലോ. എടാ റാജി, നീ ഇത് കൂട്ടിയൊക്കെയാടാ. ആവേ ആ എടുത്ത് തോർത്ത് വന്നില്ലല്ലോ കൈ തുടക്കാൻ. വരെ ഒരു സാധനം വെച്ചെടുത്ത് കാണൂല്ല ഒന്നും. അത് ഞാൻ അലക്കാൻ എടുത്തതാ. നിങ്ങൾക്ക് മര്യാദക്ക് ചോദിച്ചാ പോരെ? മോനെ, സ്കൂൾ കൊണ്ടുപോകുന്ന ഫുഡെല്ലാം മര്യാദക്ക് കഴിക്കണം കേട്ടാ. തേച്ചോ. സ്കൂൾ ബസ് ഇപ്പം വരും. നീ എന്നാ മെല്ലെ തിന്നു വേ തിന്ന്. എനിക്ക് ഇനി യൂണിഫോം എല്ലാം ഇടണ്ടേ? ആ വരുന്നേ. വേൻ തിന്നേട്ടാ, ഉപ്പ വിളിക്കുന്നുണ്ട്. വേൻ നോക്കേ, ബസ് ഇപ്പം വരും. എന്നാ റഫീക ഇത് നോക്കിയാ ഈ ചുളിഞ്ഞിട്ട് ഈ ഇതെല്ലാം എനിക്കൊന്ന് വൃത്തിയിൽ ഇസ്തിരിട്ട് വെച്ചാലെന്താ? ഞാൻ വൃത്തിയിൽ ഇസ്തിരിട്ട് വെച്ചേ. ഞാൻ ഇത് മടക്കി വെച്ചെടുത്തൊന്ന് ചുളിഞ്ഞതാണ്. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നാ ഇസ്തിരി പെട്ടി ഒന്ന് ചൂടാക്കിട്ട് വരച്ചാ പോരെ? നമുക്ക് അതന്നെയല്ലേ പണി, വേറെ പണിയൊന്നുമില്ല. ഇത് എനിക്ക് നേരത്തെ അങ്ങ് ചെയ്താ പോലെ. ഇതെന്നാ റഫീക്ക, ഡ്രസ്സെല്ലാം ഇങ്ങനെ നിലത്ത് കഴിച്ച് വെച്ചിന്. ആ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ഞാനൊരു ബക്കറ്റ് വെച്ചിട്ടില്ലേ, അതിൽ കൊണ്ടുപോയി കഴിച്ചിട്ടാ പോരെ നിങ്ങൾക്ക്? എനിക്ക് പിന്നെന്താ ഇവിടെ പണി? ഓ, എനക്കൊന്നും പണിയില്ലല്ലോ. എല്ലാം തനിയെ ആകുന്നല്ലേ. ചോറും കറിയും അലക്കലും എല്ലാം അങ്ങ് തനിയാവും. പണിയില്ല. ഞാൻ പോയിന്നെ. ആ പിന്നെ എനിക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണം. നീ ആ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് റെഡിയാക്കി വെക്കണേ. ആ എടാ, ബസ് വരും വേഗം. അതാ ബസ് ഓൺ അടിക്കുന്ന. വേഗം പോ. ലഞ്ച് ബാഗ് എടുത്തിട്ടില്ലാടാ? ആ നോക്കിട്ട് പോണേടാ. ആ അതെയാ, എന്നാ ശരി ഉപ്പ. ആ ഞാൻ റഫീഖാനോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ആ ശരി. മനുഷ്യൻ ക്ഷീണിച്ച് വരുമ്പോഴേ നിന്റെ ഒരു ഫോൺ വിളി. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നൂടെ? ആ നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ടല്ലാണ്ടുണ്ടാ? അത്രക്ക് ദാഹമുണ്ട് നിങ്ങൾക്ക്. എന്നാ കുറച്ച് വെള്ളം ജഗ്ഗെന്നെടുത്ത് കുടിച്ചൂടെ? ഞാൻ പുറക്കേക്ക് വിളിച്ചതേന്. ഉപ്പയെ വിളിച്ചേ. ഉമ്മാക്ക് തീരെ സുഖമില്ല പോലും. കുറച്ച് ദിവസം എന്നോട് പോയിട്ട് നിൽക്കുവാൻ ചോദിച്ചിന്. എന്താ പറ്റിയ എൻ്റെ ഉമ്മാക്ക്? കാലെല്ലാം നീര് വെച്ചിട്ട് നടക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അനിയത്തിയില്ലടാ. ഓള് ഒരാഴ്ചയായി അവിടെ വന്ന് നിൽക്കുന്നു. നോക്ക്, നാളെ അവളെ വീട്ടിലേക്ക് പോകണം പോലും. മറ്റന്നാൾ അവള് തിരിച്ചു വരും. അതുവരെ ഒരു 2 ദിവസത്തേക്ക് എന്നോടും കൂടി അവിടെ പോയി നിൽക്കാനാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളല്ലോ ഒരു 2 ദിവസത്തെ കാര്യമല്ലേ റഫീഖ? നിങ്ങൾ തന്നെ എല്ലാം ഒന്ന് നോക്കണം. എന്നാന്ന് ഇവിടെ അധികം പണിയൊന്നും ഇല്ല. കുറച്ച് ചോറും കറിയും വെക്കണം. ആ ഡ്രസ്സെല്ലാം ഒന്ന് അലക്കി അയൺ ചെയ്ത് വെക്കണം. പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് ഈ വീട്ടിലെ പണി കഴിഞ്ഞ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ഇത്രയും കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനാ? നീ എന്നാവി പറയുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റൂലേ? ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലേ റഫീഖ? അപ്പൊ നിങ്ങൾക്ക് പറ്റൂല? പറ്റുമല്ലോ ചെയ്യും. പക്ഷെ എന്നാലും ഒരു 2 ദിവസമല്ലേ? 2 ദിവസം കഴിഞ്ഞപാട് നീ വരണേ. ഓക്കെ അല്ലേ? ചായപ്പൊടി. അപ്പം ഇത് ഈ ചായപ്പൊടി എത്ര ഉണ്ടവര് ഇപ്പോൾ? ആവി എടാ, എത്ര സ്പൂണ് ഈ ചായപ്പൊടി ഇതിലുണ്ട് ഈ ചായക്ക് വേണ്ടിട്ട് പാലില്? എന്റെ റഫീഖ, ഒരു 2 സ്പൂൺ ഇട്ടാ മതി. മതിയാ? പിന്നെ ദോശക്കുള്ള മാവുണ്ട് അരച്ചത് ഫ്രിഡ്ജില്. ഓക്കെ. ചട്നി വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചരടിയിട്ട് മിക്സിയിലിട്ട് അരച്ചാ മതിയേ. തേങ്ങ മാത്രം ചരണ്ടിയാ മതിയാ? അരച്ചാ മതിയാ? ഒരു പീസ് ഇഞ്ചി 2 പച്ചമുളകും ഇട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ടോട്ടാ. ഇന്നലത്തെ പോലെ ഉപ്പ് കൂടിയിട്ട് പറയാൻ നിൽക്കണ്ട. ഓ മതിയാക്ക്. അയ്യോ പാല്. നാശം പിടിക്കാൻ ഇപ്പോഴേക്ക് പച്ച മറേ ചെയ്തല്ലോ.
മോനെ റാസി പാടാ ആ ചായ കുടിച്ചോ സ്കൂളിൽ പോണ്ടേ ഇതേ നോക്കണം കേട്ടോ ചായ കുടിച്ചിട്ട് ഇതെന്താണിപ്പാ അക്കുമ്മ ചായ തണിച്ചിട്ട് കയറില്ല ഇതെന്താ ഇങ്ങനത്തെ ചൂടാന്റെ വായാലും പൊള്ളിപ്പോയല്ലോ ഉള്ളിപ്പോയി മോനെ തണിച്ചു തരാം കുടിച്ചു നോക്കി നന്നായി ഈ ദോശ ഇടുന്നവരെല്ലാം സമ്മതിക്കണം ഇതൊന്നോടോ കൊണ്ട് കഴിഞ്ഞല്ലോ ഇപ്പോൾ അത് ബന്ധമില്ല ഇത് കരിഞ്ഞും പോയല്ലോ ഓ ഈ ചട്നിയെല്ലാം ആര് കണ്ടുപിടിച്ചാപ്പ ഇവളെ എങ്ങനെ ഇതെല്ലാം ചേർക്കുന്നത് മോനെ റാസി ബാ ദോശ തന്നിട്ടെ ഇപ്പം ബസ് വരും വേഗം ഇങ്ങനത്തെ ദോശ ഓ അത് എടുക്കണ്ട മോനെ അത് കരിഞ്ഞു പോയത് അതിൻ്റെ അടിയിലതാ നല്ല ദോശ അത് തിന്നു ചട്നി എന്നാടാ ഇതൊന്ന് കൂട്ടി നോക്കിയാ എന്നാടാ കുറച്ച് ഉപ്പ് കൂടിപ്പോയല്ലേ കൊറച്ചാ ഇന്നലെ ഉമ്മാന്റെ അടുത്ത് കുറച്ച് ഉപ്പ് കൂടിപ്പോയെന്ന് ഉപ്പ് എന്തെല്ലാം ഉമ്മാനെ പറഞ്ഞേ പോട്ടെ മോന് ഇത് ചട്നി കൂട്ടണ്ട ദോശ തിന്ന് ബസ് ഇപ്പം വരും വേഗം നോക്കിട്ടാ ഉപ്പാക്ക് കടയിൽ പോകാൻ സമയമില്ല ഉപ്പ എന്താ പോവാത്തെ ആടാ നീ കണ്ടതല്ലേ ഞാൻ ഇത്രയും നേരം ഞാൻ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്നേ ഞാൻ ആഫ്റ്റർ ലീവാക്കി ഉച്ചൻ്റെ ശേഷം പോകുന്നുള്ളൂ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ പണിയെല്ലാം ഒരിക്കൽ കുളിച്ച് റെഡി ആയിട്ടുണ്ടാവും ഇപ്പൊ എന്തെങ്കിലും ആക്ക് എന്റെ സ്കൂൾ ബസ് ഇപ്പം വരും ഞാൻ പോക്കാം ഇത് എത്രയാ പഴിക്കേണ്ടി വരും ഇപ്പൊ ആവേ ഈ ലിക്വിഡ് ഇല്ലേ സോപ്പ് ലിക്വിഡ് ഇത് എത്ര ഒഴിക്കുക അന്നേരം വാഷിംഗ് മെഷീനിൽ എന്റെ റഫീഖ നിങ്ങൾ നേരം വെളുത്തിട്ട് ഇത് എത്രാമത്തെ തവണയാ വിളിക്കുന്നേ എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തേ അത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്യുന്ന ഓഹോ ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഉമ്മാൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടേനു അത് ഡ്രസ്സ് ചെയ്ത് മരുന്നും വെച്ച് കെട്ടി ഉപ്പാക്ക് ഗുളിക കൊടുത്ത് ഇതെല്ലാം ഞാൻ സ്ഥിരം ചെയ്യുന്ന ജോലിയാ എന്നിട്ടും എൻ്റെ പണിയെല്ലാം തീർന്നല്ലോ അത് പിന്നെ ഓരോരുത്തർക്കും ഓരോരോ പണി പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാം നിങ്ങൾക്കും ആകാണ്ടൊന്നും നിൽക്കൂല ക്ഷമ തീരെ ഇല്ല അതാണ് ശരി ശരി ഉപദേശം ഈ വാട്സപ്പില് വോയിസ് മെസ്സേജ് ആക്കിയിട്ട് അയക്ക് ഞാൻ സമയം ഉണ്ടാകുമ്പോൾ കേട്ടോളൂ ഏതായാലും ഇപ്പം കേട്ടാക്ക് പോയിട്ട് 2 ദിവസമായിട്ടുള്ളെങ്കിലും കൊറേ ദിവസമായ പോലെ ഉണ്ടല്ലോപ്പാ ആ മോനെ ഉപ്പ ഉറങ്ങിയിട്ടില്ല ഇല്ല മോനെ ഉപ്പ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു എന്നാ ആലോചിക്കുന്നത് എൻ്റെ ഉമ്മ ഒരു വല്ലാത്ത സംഭവം തന്നെ അല്ലേ അന്നപ്പ അങ്ങനെ പറഞ്ഞു
നമ്മൾ ഫോണും നോക്കി റീൽസും കണ്ടിരിക്കുന്ന സമയത്ത് ഓളെ അടുക്കളയിൽ എന്തെല്ലാം പണിയെടുക്കുന്നുണ്ടാവും. അത് രാവിലെ എണീക്കും. നമ്മളെല്ലാം രാവിലെ 7 മണിക്കല്ല എണീക്കുക. സൺഡേ ആണെങ്കിൽ അതിനൊരു കണക്കില്ല. അതിനിടയിൽ ഓള് രാവിലെ എണീച്ച് നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഡ്രസ്സെല്ലാം റെഡിയാക്കി വെക്കുന്നത്. എന്നിട്ടും അതിന് നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഓളെ വഴക്ക് പറയും. അതിനൊന്നും പ്രതികരിക്കാണ്ട് എല്ലാം പരിഹരിക്കുന്നില്ലേ. അതാണ് മോനെ നിൻ്റെ ഉമ്മ. എനിക്കൊന്നും പറ്റാത്തതും ആ ടൈമിങ്ങാണ്. ഭയങ്കര സംഭവം എൻ്റെ ഉമ്മ. ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞെടുത്തുണ്ട് ഉപ്പ സ്വന്തം കാര്യമെല്ലാം ചെയ്ത് പഠിക്കണമെന്ന്. സ്വന്തം പ്ലേറ്റ് കഴുകണമെന്നോ ഡ്രസ്സ് അലക്കിയിടണമെന്നെല്ലാം പറഞ്ഞെടുത്തുണ്ട്. അതെല്ലാം ഉമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോണ്ട് ഉപ്പ എൻ്റെ ഒരു കാര്യം നോക്കണ്ട വന്നിട്ടില്ലല്ലോ. ഉമ്മാൻ്റെ പണീൻ്റെ ഇടയിൽ എൻ്റെ കാര്യം നോക്കലുണ്ടായിരുന്നു ഉപ്പ. എൻ്റെ കാര്യം നോക്കണ്ടല്ലോ മോനെ. പാവം എൻ്റെ ഉമ്മ നാളെ തിരിച്ചു വരും. അതേടാ, നാളെ ഓള് വരും. ആവി എത്തി. ആവി, നീ ഈ വീട്ടിൻ്റെ വിളക്ക. നീ 2 ദിവസം ഇവിടുന്ന് മാറിയപ്പോൾ ഈ വീട്ടിൽ അന്ധകാരം വന്ന പോലെ ഇപ്പം ഞാൻ എന്നെ കുറ്റം പറഞ്ഞത് നീ എന്നോട് ക്ഷമിക്കണം കേട്ടാ. നീ വാ. എന്തുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ്. എന്തായാലും ഉച്ച സമയമായില്ലേ, ഞാൻ അടുക്കള കയറിയിട്ട് എന്തെങ്കിലും വേഗം ഭക്ഷണം ഉണ്ടാക്കി തരാം കേട്ടോ. മര്യാദക്ക് ഭക്ഷണം ഒന്നും കഴിക്കാത്ത 2 ദിവസമായില്ലേ. പടച്ചോനെ, ഇതെല്ലാം എന്തെന്നാ കാണുന്ന? എന്റെ അടുക്കള തന്നെ ഇത് ഒരു കമ്പോസ്റ്റ് റൂം ആക്കീനല്ലോ ഇത്. എന്താണ് നിങ്ങളും ഞാൻ